ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഓൾ ഇൻ ഓൾ യുക്കെയുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നിൽക്കുന്നത് ലെസ്റ്റർ സിറ്റിയിലാണ്. ലെസ്റ്റർ സിറ്റിയുടെ റിവർ സോറിൻ്റെ തീരത്താണ്. ഇവിടുത്തെ റിവറായിട്ടുള്ള സോറിൻ്റെ സൈഡിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. സോ ഞാൻ ആക്ച്വലി ഇന്ന് പുതിയ വേറൊരു വീഡിയോ എടുക്കാനായിട്ട് ഇറങ്ങിയതായിരുന്നു. അപ്പം ഇറങ്ങിയപ്പോഴത്തേക്കിനുള്ള എൻ്റെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് ഈ റിവർ സോറിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ ഒരു എൻഡിൽ നിന്നാൽ നമുക്ക് ലെസ്റ്റർ സിറ്റി സ്റ്റേഡിയത്തിൻ്റെ ഒരു സൈഡ് കാണാൻ പറ്റും. സോ അപ്പോൾ അവിടെ വന്ന് നിന്നിട്ട് ചുമ്മാ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനായിട്ട് വേറൊരു വീഡിയോ ടോപ്പിക് എടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഞാൻ ഇറങ്ങിയത്. സോ ഈ ഒരു സ്ഥലം കണ്ടപ്പോഴത്തേക്കിനും എന്താ പറയുക, നമ്മുടെ ഒരു നാടിൻ്റെയൊക്കെ ഒരു ഫീല് വന്ന കാരണം ഒരു നാട്ടിൻ പുറത്ത് പോയിട്ട് അവിടുത്തെ ഒരു തോടിൻ്റെ സൈഡിൽ കൂടെ നടക്കുന്ന ഒരു 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 നൊസ്റ്റാൾജിക് ഫീൽ കിട്ടിയപ്പോഴത്തേനായി ഞാൻ ഓർത്ത് വന്നാൽ ഇതിൻ്റെ ഒരു വീഡിയോ എടുത്തിട്ട് ലെസ്റ്റർ സിറ്റിക്കകത്ത് ഇത്തരം ബ്യൂട്ടിഫുൾ ആയിട്ടൊരു പ്ലേസ് ഉണ്ട്, അത് എല്ലാവരും ഒന്ന് കാണിക്കാൻ ഓർത്തിട്ടാണ് ഈ ഒരു വീഡിയോ എടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കൂടുതൽ കാഴ്ചയിലേക്ക് പോകാം. നമ്മളിപ്പോൾ നിൽക്കുന്നത് എയിൽസ്റ്റോൺ മെഡോസ് എന്ന് പറഞ്ഞിട്ട് ലെസ്റ്റർ സിറ്റിയുടെ അകത്തുള്ള ഒരു പ്ലേസിലാണ്. ശരിക്കും ഒരു ഗ്രാമത്തിലൂടെ അവിടുത്തെ ഒരു റിവറിൻ്റെ സൈഡിൽ കൂടെ ഒരു തോടിൻ്റെ സൈഡിൽ കൂടെ നടക്കുന്ന പോലത്തെ ഒരു ഫീല്. അപ്പോൾ ഞാൻ കുറച്ചും കൂടെ അങ്ങ് അകത്തേക്ക് നടന്നപ്പോഴത്തേക്കിന് ഇത് എയിൽസ്റ്റോൺ മെഡോസ് എന്ന് പറഞ്ഞിട്ടൊരു നേച്ചർ റിസർവ് ആണ്. ഇത് ആക്ച്വലി 22 ഏക്കറുള്ള ഒരു വലിയ റിസർവ് ഏരിയ ആണ്. ലെസ്റ്റർ സിറ്റി കൗൺസിലിൻ്റെ റിസർവ് ഏരിയ ആണ്. അതിനകത്തൂടെയാണ് നമ്മളിപ്പോൾ നടക്കുന്നത്. ശരിക്കും ഇത് ഒത്ത ടൗണിൻ്റെ നടുക്ക്, ലെസ്റ്റർ സിറ്റി എന്ന് പറയുന്ന ടൗണിൻ്റെ അല്ല സിറ്റിയുടെ നടുക്ക് ഉള്ള ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലമാണ്. നിങ്ങളിപ്പം നേച്ചറൊക്കെ ഇഷ്ടമാണ്, റിവർ സൈഡിൽ കൂടെ ഒക്കെ നടക്കാനായിട്ടും ഒക്കെ ഇഷ്ടമുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വരാൻ പറ്റുന്ന ഒരു നൈസ് പ്ലേസ് ആണിത്. ആക്ച്വലി ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് മിക്കവാറും കൂടുതലും ഫ്ലഡ് ഹിറ്റ് ഏരിയാസ് ആണ്. അപ്പം ഇവിടെ വരുമ്പോഴത്തേക്കിനും ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഫ്ലഡ് ഉള്ള ടൈമാണ്, അല്ലെങ്കിൽ മഴ സമയത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ വഴിയൊക്കെ ഫുള്ള് നിറഞ്ഞ് കവിഞ്ഞ് കിടക്കുമായിരിക്കും. സോ അതാണ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. ശരിക്കും കുറച്ചുകൂടെ മുന്നോട്ട് നടന്ന് ഈ ഒരു സ്ഥലമൊക്കെ എത്തിയപ്പോഴത്തേന് ശരിക്കും എന്താ പറയുക, നാട്ടിൽ താറാവും ഈ കുളക്കോഴിയൊക്കെ ഉണ്ടല്ലോ. സോ അതൊക്കെ ഇങ്ങനെ നടക്കുന്ന എക്സാക്ട്ലി ആ ഒരു ഫീലായിരുന്നു കിട്ടിയത്. ആ റോഡാണെങ്കിലും കാണാം, എന്താ പറയുക, കറക്റ്റ് നാട്ടിൻപുറത്തുള്ള മൺപാതയിലൂടെയൊക്കെ പോകുന്ന എക്സാക്ട്ലി ആ ഫീലിങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. ഈ ഒരു സ്ഥലം ആ ഒരു നൊസ്റ്റാൾജിക് മൂഡ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നു, ഇതൊരു ഫ്ലഡ് ഹിറ്റ് ഏരിയ പോലെ തോന്നുന്നുണ്ട്, അല്ലെങ്കിൽ വെള്ളപ്പൊക്ക സാധ്യത ഉള്ള ഒരു സ്ഥലമാണെന്ന്. കുറച്ചുകൂടെ മുന്നോട്ട് പോയപ്പോൾ തന്നെ എക്സാക്ട്ലി വെള്ളം കയറി കിടക്കുന്ന ഒരു റോഡായിരുന്നു. ഞാനപ്പോൾ എന്തായാലും കുറച്ചുകൂടെ മുന്നോട്ട് പോയി എന്താണ് അവിടെ ഉള്ളത് നോക്കാമെന്ന് വിചാരിക്കുകയായിരുന്നു. ഗൂഗിളിൽ നോക്കിയപ്പോൾ തന്നെ എന്തൊക്കെയോ അവിടെ കാണാനായിട്ടുണ്ട് എന്നിങ്ങനെ കണ്ടായിരുന്നു. സോ ഞാൻ ഓർത്ത് മുന്നോട്ടൊന്ന് പോയി നോക്കാം എന്താണെന്നുള്ളത്. പക്ഷേ പോകുന്നതനുസരിച്ച് മൊത്തം വെള്ളമായിരുന്നു. ഒരു വിധത്തിൽ സൈഡിൽ കൂടെയൊക്കെ ചെളി പറ്റാണ്ട് ചാടിക്കടന്നൊക്കെ മുന്നോട്ട് പോയി നോക്കാനായിട്ടാണ് ഞാൻ നോക്കുന്നത്. പക്ഷേ അറിയത്തില്ല എത്രമാത്രം മുന്നോട്ട് പോകാൻ പറ്റുമെന്നുള്ളത്. ഞാൻ അങ്ങോട്ട് പോയിട്ട് നോക്കിയായിരുന്നു കേട്ടോ. അവിടെ ഒരു പെബിൾ ബീച്ച് എന്ന് പറഞ്ഞിട്ടൊരു ബോർഡൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. സോ എന്താ സംഭവം എന്ന് അറിയാൻ വേണ്ടി കുറച്ചുകൂടെ ദൂരം മുന്നോട്ട് പോയി നോക്കി. പക്ഷേ മുന്നോട്ട് നടക്കാൻ പോകാത്ത പോലെ റോഡിൽ വെള്ളം കയറി കിടക്കുകയാണ്. സോ ഞാൻ പിന്നെ മുന്നോട്ട് പോയില്ല, തിരിച്ചു വന്നു. നമുക്ക് തിരിച്ച് നടന്നിട്ട് നോക്കാം എന്താണ് ഈ റിവർ സോഡിൻ്റെ സൈഡിലുള്ള കാഴ്ചകളെന്ന്. ഇതിൻ്റെ ഒരു സൈഡിൽ എന്താ പറയുക, ബിസിനസ്സാണ് കേട്ടോ. പണ്ട് നമ്മൾ പറയത്തില്ലായിരുന്നു, അതായത് ഈ റിവർ സൈഡിലാണ് ബിസിനസ്സുകൾ വളരുന്നത് എന്നുള്ള രീതിയിൽ. ശരിക്കും ലെസ്റ്റർ എന്ന് പറയുന്നത് ആക്ച്വലി ഒരു ഓൾഡ് സിറ്റിയാണ്, ഒരു ഹെറിറ്റേജ് സിറ്റി എന്നുള്ള രീതിയിലാണ് എപ്പോഴും പറയുന്നത്. അപ്പോൾ പണ്ട് ഈ വ്യവസായങ്ങൾ റോഡിൻ്റെ സൈഡിൽ, റിവറിൻ്റെ സൈഡിൽ വളർന്നു എന്ന് പറഞ്ഞാൽ എക്സാക്ട്ലി സെയിമാണ്. ഇതിൻ്റെ നേരെ ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് ഏതൊക്കെയോ കമ്പനീസ് ആണ്, അല്ലെങ്കിൽ മാനുഫാക്ചറിങ് യൂണിറ്റാണ് ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിലുള്ളത്. സോ റൈറ്റ് സൈഡിൽ ഇങ്ങനെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റിവർ സോർ ഇങ്ങനെ ഒഴുകി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ആക്ച്വലി ഒരു സൈക്കിൾ പാത്തും കൂടെയാണ്. ഇതുവഴി കൂടുതലും എന്താ പറയുക, സൈക്കിൾ യാത്രക്കാർ നമ്മൾ നേരത്തെ പറഞ്ഞ എയിൽസ്റ്റോൺ മെഡോസ് എന്ന് പറയുന്ന ആ ഒരു സ്ഥലത്തേക്ക് പോകുന്ന റൂട്ട് കൂടിയാണ് ഇതെന്ന് പറയുന്നത്. സോ ഇവിടെ കൂടുതലായിട്ടും സൈക്കിളുകാരും സൈക്കിൾ യാത്ര ചെയ്യുന്നവരും പിന്നെ നടക്കാനായിട്ട് വരുന്നവരും ഒക്കെയാണ് ഈ ഏരിയയിൽ കൂടുതലും കാണുന്നത്. സോ ദിസ് ഈസ് ഇറ്റ്. പിന്നെ ഇത് കാണുന്നതെന്ന് പറയുന്നത് ഇതിനകത്താണ് ഇവർ ബോട്ട് സൂക്ഷിക്കുന്നത്. സോ കണ്ടോ, ഇവരിങ്ങനെ ഈ വെള്ളം ഇവിടെ ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ട് ഇതിനകത്തേക്ക് ആ വഴിക്ക് ബോട്ടുകൾ ഇറങ്ങിപ്പോകും. ഞാൻ മുമ്പോട്ടൊരു സ്ഥലത്ത് ഇങ്ങനെ ഒരു ബോട്ട് അവർ കീപ്പ് ചെയ്തിരിക്കുന്നത് കണ്ടായിരുന്നു.
ഞാനപ്പോൾ അവിടെ ചെല്ലുമ്പോഴത്തേക്കും അത് എക്സാക്ട്ലി കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ളത്. ഈ ഒരു പോർഷനൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഇത് ഇംഗ്ലണ്ട് ആണെന്ന് നമുക്ക് തോന്നുകയില്ല ശരിക്കും. ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് നിങ്ങൾക്ക് ബോറാണോന്ന് അറിയത്തില്ല. ബട്ട് എക്സാക്ട്ലി നമുക്ക് നാട്ടിലത്തെ ഒരു മെമ്മറീസ് അല്ലെങ്കിൽ ആ ഒരു ഫീല് തരാൻ പറ്റുന്ന ഒരു ഏരിയ ആണ് ഇതെന്ന് പറയുന്നത്. ശരിക്കും ആ ഒരു തോട്ടിൽ കൂടെയൊക്കെ നടന്ന് ശരിക്കും ഒരു ചൂണ്ട ഉണ്ടായിരുന്നെങ്കിൽ ചൂണ്ടയിടാമായിരുന്നു എന്ന് വരെ തോന്നുന്നുണ്ട്. അത്രയ്ക്ക് അടിപൊളിയാണ്. എനിക്കിങ്ങനെ ഈ നേച്ചറും കാര്യങ്ങളും നടന്നു പോകുന്ന സ്ഥലങ്ങളും നടന്നു ചെയ്യുന്ന കാഴ്ചകളൊക്കെ കാണാൻ ഇഷ്ടമായതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ ഈ ഒരു കാര്യം എന്നെ ഒരുപാട് എക്സൈറ്റ് ചെയ്യിക്കുന്നത്. എന്തായാലും എനിക്ക് ഈ സ്ഥലം ഒരുപാട് ഇഷ്ടപ്പെട്ടു. നല്ല രസമുണ്ട് നടക്കാനായിട്ടാണെങ്കിലും. ഇന്ന് കുറച്ച് സൺലൈറ്റും കൂടെ ഉള്ള കാരണം എന്താ പറയുക, നന്നായിട്ടുണ്ട്. കാഴ്ചകളൊക്കെ കണ്ട് സാവധാനം പോകാൻ പറ്റുന്നുണ്ട്. മറ്റേത് മഴയാണല്ലേ തണുപ്പ് കൂടുതലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്രയും കംഫർട്ടബിളായിട്ട് ഇറങ്ങി നടക്കാൻ പറ്റില്ലല്ലോ. ഈ ഒരു ഓൾഡ് ബ്രിഡ്ജും ഒക്കെ കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട്. ഇവിടെ കുറച്ച് സൈക്കിൾ യാത്രക്കാരിവിടെ വെയിറ്റ് ചെയ്യാൻ വേണ്ടിയിരിക്കുന്നുണ്ട്. ഈ ഒരു പാലവും ആ പാലമൊക്കെ കാണുമ്പോഴത്തേക്കിന് എന്താ പറയുക, ഇറ്റ്സ് ടു ഗുഡ്. നല്ല രസമുണ്ട്. ഇതിനകത്ത് എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയ ഒരു കാര്യം എന്ന് വെച്ചാൽ ഇവർ ദ വേ ദി ആർ പ്രൊട്ടക്റ്റിംഗ് ദ ഹെറിറ്റേജ് പ്രോപ്പർട്ടീസ്, അല്ലെങ്കിൽ ഇപ്പോൾ ആ ഓൾഡ് ബ്രിഡ്ജൊക്കെ ഉണ്ടോ, അതൊക്കെ അവർ എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ഇപ്പോഴും കീപ്പ് ചെയ്യുന്നത്, അത് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകുന്നത് എന്നുള്ളത് സംതിങ് വി റിയലി വാണ്ട് ടു അപ്രീഷിയേറ്റ് ദം. ശരിക്കും എന്താ ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും, ആ ഓപ്പോസിറ്റ് കാണുന്ന ബിൽഡിംഗ് ആണ് ലെസ്റ്റർ സിറ്റി ഫുട്ബോൾ ക്ലബിൻ്റെ ഹോം സ്റ്റേഡിയം ആയിട്ടുള്ള കിങ് പവർ സ്റ്റേഡിയം. ലെസ്റ്റർ ഇപ്പം പ്രീമിയർ ലീഗിലേക്ക് തിരിച്ച് പ്രൊമോഷനൊക്കെ നേടി അടിപൊളിയായിട്ട് നിൽക്കുന്ന സമയമാണ്. സോ ഞാൻ ഇവിടെ നിന്നുള്ള വ്യൂ ഒന്ന് കാണാൻ വേണ്ടിയിട്ടാണ് ശരിക്കും ഇറങ്ങിയത്. ഈ സൈഡിൽ നിന്ന് സ്റ്റേഡിയത്തിൻ്റെ വ്യൂ ഒന്ന് കാണാൻ വേണ്ടി വെറുതെ ഇറങ്ങിയതാണ്. ഞാൻ അടുത്താണ് സ്റ്റേ ചെയ്യുന്നത്. സോ അതിന് വേണ്ടിയിട്ടൊന്ന് ഇറങ്ങിയപ്പോഴായിരുന്നു ഇതിൻ്റെ സൈഡിൽ കൂടെ നടക്കാനിടയായതും ഈ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലം കണ്ടെത്തിയതും ഞാൻ കണ്ടതും. സോ അതാണ് ഞാനിപ്പോൾ വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കാനായിട്ടുണ്ടായ മെയിൻ റീസൺ എന്ന് പറയുന്നത്. നമുക്ക് അടുത്തോട്ട് ചെന്നിട്ട് കുറച്ചും കൂടെ കാണാൻ പറ്റും. ഞാൻ ആക്ച്വലി ലെസ്റ്റർ സിറ്റിയുടെ അപ്പുറത്തെ സൈഡിൽ പോയിട്ടുണ്ടായിരുന്നു. സോ അവിടെ നിന്ന് ഇങ്ങോട്ട് നോക്കിയപ്പോൾ ഇത് നല്ല രസമായിട്ട് തോന്നിയായിരുന്നു. അതുകൊണ്ടാണ് ഒരു വട്ടം ഇവിടെ നിന്നിട്ട് അങ്ങോട്ടുള്ള വ്യൂ, സ്റ്റേഡിയത്തിൻ്റെ വ്യൂ കാണണമെന്ന് തോന്നാനുള്ള റീസൺ. നമ്മൾ നേരെ സ്റ്റേഡിയത്തിൻ്റെ ഓപ്പോസിറ്റ് സ്റ്റേഡിയത്തെ ഫേസ് ചെയ്തിട്ടാണ് ഇപ്പോൾ നിൽക്കുന്നത്. ലെസ്റ്റർ സിറ്റി സ്റ്റേഡിയം, റിവർ സോറ് ഇപ്പുറത്തൂടെ ഒഴുകുന്നു. നല്ല കാറ്റാണ് ഇവിടെ നിൽക്കാനായിട്ടൊക്കെ ആയിട്ട്. ഞാൻ ആക്ച്വലി കളി കാണാൻ വേണ്ടി ഒരു വട്ടം ലെസ്റ്റർ സിറ്റിയിൽ പോയിട്ടുണ്ടായിരുന്നു. അന്ന് വീഡിയോ എടുക്കുന്ന പരിപാടി ഒന്നും ഉണ്ടായിരുന്നില്ല. അന്ന് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും അവിടെ നിന്നുള്ള വ്യൂസ് എടുക്കാൻ പറ്റിയില്ല. പിന്നെ എപ്പോഴെങ്കിലും ഒരു ദിവസം ഇനി കളി കാണാൻ പോകുമ്പോഴത്തേനും, എസ്പെഷ്യലി ഇനി പ്രീമിയർ ലീഗിൽ പുതിയ സീസൺ തുടങ്ങുമ്പോഴത്തേക്കിനും നമ്മുടെ മെയിൻ ടീമുകളെല്ലാം വരുമ്പോൾ എന്തായാലും ഒന്നുകൂടെ കളി കാണാൻ പോകുന്നുണ്ട്. സോ ആ സമയത്ത് ലെസ്റ്റർ സിറ്റി സ്റ്റേഡിയത്തിൻ്റെ അകത്തുനിന്നുള്ള കാഴ്ചകളൊക്കെ ആയിട്ട് ഞാൻ പിന്നീട് ഒരിക്കൽ വരുന്നതായിരിക്കും. ഇതായിരുന്നു ഞാൻ നേരത്തെ വേറൊരു ബോട്ട് കിടക്കുന്നത് ഞാൻ കാണിക്കാമെന്ന് പറഞ്ഞു. പക്ഷേ ഇപ്പോൾ അവരെ ബോട്ട് ഇവിടെ നിന്ന് കൊണ്ടുപോയിട്ടുണ്ട് കേട്ടോ. ഞാൻ നേരത്തെ വന്നപ്പോഴത്തേക്കിന് അവന്മാർ ഈ ഒരു സൈഡ് ഓപ്പൺ ചെയ്തിട്ട് ബോട്ട് അകത്തോട്ട് കയറ്റിയിരിക്കുകയായിരുന്നു. അപ്പോൾ എന്താ അവസ്ഥയെന്ന് വെച്ചാൽ ഇതിനകത്ത് നിറച്ച് വെള്ളം നിറഞ്ഞു കിടക്കായിരുന്നു. ഇപ്പം ഇതിന് ഇത്രയും ആഴമുണ്ട്. നേരത്തെ ആ ബോട്ട് അവർ അതുവഴി ഇതുവഴിയായിരുന്നു ഇങ്ങോട്ട് കയറ്റത്. സോ വെള്ളം നിറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പം അവർ ആ ബോട്ട് ആ സൈഡ് വഴി ഇറക്കിക്കൊണ്ട് പോയി. ഇത്രയും ഒരു ഗ്യാപ്പിൽ, ഇത്രയും എന്താ പറയുക ഡെപ്തിലാണ് ഇവർ ബോട്ട് ഇവിടെ കീപ്പ് ചെയ്യുന്നത്. നമ്മളത് അപ്പം നടന്ന് ആ ഒരു ഗ്രാമത്തിൻ്റെ അന്തരീക്ഷത്തിൽ നിന്നൊക്കെ മാറിയിട്ട് ഇപ്പം സിറ്റിയിലേക്ക് കടന്നിരിക്കുകയാണ് നടന്നിട്ട്. നമുക്ക് വലിയ വലിയ ബിൽഡിങ്ങുകളൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. സോ ഇതാണ് ലെസ്റ്റർ സിറ്റിയുടെ ഒരു ഗ്രാമ ഭംഗി എന്ന് പറയുന്നത്. എനിക്ക് ആക്ച്വലി ഈ ഒരു സിറ്റിയുടെ കൾച്ചറും ഹെറിറ്റേജും ഒക്കെ വളരെ
ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. കാരണം ഇറ്റ്സ് എ അബ്സല്യൂട്ട് ബ്ലെൻഡ് ഓഫ് എന്താ പറയുക മോഡേൺ ആൻഡ് ഓൾഡ് കൾച്ചർ. നമുക്ക് അപ്പം ഇതൊരു സിറ്റി ആണെന്ന് തോന്നും, എന്നാൽ ഇതൊരു എന്താ പറയുക ഒരു ഗ്രാമത്തിൻ്റെതായിട്ടുള്ള കുറച്ച് ബ്യൂട്ടിയും ഒക്കെ ഉള്ള ഒരു അടിപൊളി സ്ഥലമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. സോ നിങ്ങൾക്ക് ലെസ്റ്ററിനെ കുറിച്ചുള്ള, അല്ലെങ്കിൽ ലെസ്റ്റർ സിറ്റിയിലൊക്കെ വന്നിട്ടുള്ളവരാണ്, ലെസ്റ്റർ സിറ്റിയിൽ താമസിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ എന്താണ് നിങ്ങൾക്ക് ലെസ്റ്ററിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളെന്ന് ഡെഫിനറ്റ്ലി ഈ വീഡിയോയ്ക്ക് നിങ്ങൾക്ക് കമൻ്റായിട്ടോ ഒക്കെ നിങ്ങൾക്ക് ഷെയർ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവരും നന്നായിട്ടിരിക്കുക. ടേക്ക് കെയർ. ബൈ.